ഞാപ്പോ എവിടക്ക പോണ്? ഞാന് എന്താണ് നബീസാത്താടക്ക് വന്നതാണ്. എന്തേ? ഇമ്മ ഒന്നും എവിടേക്ക് പോയിട്ടില്ല. അപ്പൊ ഉമ്മാനോട് ഇന്നലെ പറഞ്ഞത്രേ 2 തേങ്ങ കൊണ്ടുപോയിക്കോളി. അപ്പൊ ഉമ്മ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് വരപ്പത്രേ നിങ്ങള് കൊണ്ടുപോകണ്ട, ആ കുഞ്ഞാപ്പ് ഒന്ന് കൊണ്ടുപോയിക്കോളൂ. എന്തൊരു സ്നേഹല്ലേ ഒരിക്ക്. എന്റെ ഉമ്മാന്റെ കജ്ജും കാലൊക്കെ വേഗിച്ചിട്ടാവൂലേ ഉമ്മാനോട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു നിങ്ങള് കൊണ്ടുപോകണ്ട, കുഞ്ഞാപ്പ് വന്ന് കൊണ്ടുപോയിക്കോളൂന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞ് 2 തേങ്ങ ഒരു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ 3 തന്നിട്ടുണ്ടെങ്കിൽ 2.5 മതിന്ന് പറയണ്ട, 3 മേടിച്ചോണ്ടിട്ടാ. കിട്ടിയത് മേടിച്ചോ? മേടിക്കല്ലേ? 4 തന്ന് 4 വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചോ? 4 വേണ്ട, പൊന്തൂല. തന്നെ മേടിച്ചു കൊണ്ടുപോയാ അല്ല ഞാൻ അവിടുന്ന് തന്നെ കണ്ടിട്ട് നിന്നാണ്. ഞാൻ ഇങ്ങോട്ട് പാടത്ത് പോയതാ. പിന്നെ അല്ല ഞാനിപ്പോ അന്ന് കണ്ടാണ്, പിന്നെ കണ്ടിട്ടില്ല. മൂത്താപ്പാടക്ക പോയതായിട്ട് എന്തായി? പിന്നെ ചോദിച്ചാലും പറ്റില്ല. ഒന്നും ശരിയായില്ല. 2ാമത്തെ തവണയാണ് ഇത് മൂത്താപ്പാട പോലും ശരിയാവാത്തത്. എന്തേ? ഒരിക്കലും മൂത്താപ്പാടിന് ഒരു സുഗർ കൂടി കൊണ്ടുപോയില്ലേ. ഇപ്പൊ മൂത്തുമ്മ വിളിച്ചിട്ട് മൂത്തുമ്മ എവിടുക്ക പഞ്ചായത്തേക്ക് എവിടുക്ക അറിയില്ല കേട്ടോ, പോയിക്കെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞത്ര ഓര് അങ്ങോട്ട് പോവുകയാണ് സെഫിയാത്താടക്ക്. അങ്ങനെ മൂത്താപ്പാടോട് ചെല്ലാൻ പറഞ്ഞ് ഒരുപാട് മൂത്താപ്പാടക്ക് പോയി. എന്നോട് പറഞ്ഞ രാവിലെ മൂത്താപ്പാനെ വിളിച്ചിട്ട് സെഫിയാത്താടക്ക് പോയി എല്ലാരും കൂടി. പോവാൻ വന്നിട്ടേ സെഫിയാത്താടക്ക് പോയി എല്ലാരും കൂടി. എന്നോട് പറയാന് ഞാന് പെരേന്നൊന്നും ചോറ് കൂടി വയ്ക്കാതെ പോയതല്ലേ. ഞാൻ വന്നപ്പോ ഉമ്മ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വായിച്ചിട്ട് നടന്നിട്ടാ. അപ്പൊ അവിടെ കൊറേ ബേക്കറി കൊണ്ടുവച്ചിരുന്നു ഉമ്മ. അമ്മ അത് വിഞ്ഞേരൊക്കെ വന്ന് കൊടുക്കാന് പറഞ്ഞിട്ട് ഉമ്മ ഏതാ വളവത്തി. അല്ല വൈച്ചിട്ട് പോയിട്ട് മൂത്താപ്പാടത്ത് ഒന്നും കിട്ടിയില്ലല്ലേ? ഒന്നും കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞു തരുന്നത്. മൂത്താപ്പ കഞ്ഞി വെച്ചിട്ട് ആർക്ക് വേണം മൂത്താപ്പന്റെ കഞ്ഞി? മൂത്താപ്പനെ കുടിച്ചോട്ടെ. എന്നിട്ട് ഞാന് ഉമ്മ ബേക്കറി കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ഉമ്മ ഏതാ വളവത്തി വിന്നേർക്ക് കാണാൻ എന്നിട്ട് ഇട്ടേക്കും ചെയ്യാ, പൗതി മുക്കാലും ഉമ്മ തിന്നും ചെയ്യാ. ഞാനെ തപ്പി കുടിച്ച് ലൊക്കടെ തിന്നു. ഞാൻ പൈച്ചിട്ടെടുക്കാൻ വയ്ക്കണ്ടേ. എന്നിട്ട് ഞാൻ വന്നിട്ട് ഇമ്മാന്റെ അടുത്ത് കൊറേ ചീത്ത കിട്ടി. ഞാനതൊന്നും കാര്യാക്കിയില്ല. ഈ ബേക്കറി തിന്നതിന് നമുക്ക് നമ്മളെ പൈപ്പല്ലേ വലുത്. മൂത്താപ്പാന്റെ അവിടുന്ന് ഒന്നും കിട്ടിയില്ലല്ലേ? അത്രയും കഷ്ടപ്പെട്ട് പോയി. ഓരോടക്ക് പോട്ടെ. ഇനിയിപ്പോ അല്ല എന്താണ് തേങ്ങ അവിടെ ഉമ്മ അവിടെ ഇല്ലേ? ഇമ്മാനോട് അറിയില്ലേ കുഞ്ഞാപ്പോട് വന്നിട്ട് തേങ്ങ തരാനീ. ഞാൻ പോയി കേട്ടാ. അല്ല ഇനിയിപ്പോ ഇങ്ങോട്ട് വരുവോ? പിന്നെ വരാതെ അവിടെ പാർക്കുവോ? ഇവിടെ ആരും കാണാനും ഇല്ലല്ലോ. നബിസാത്ത അതിന്റെ ഉള്ളിലാവും. നബിസാത്താ, നബിസാത്താ. എന്താടാ കുഞ്ഞാപ്പോ എന്തേ വന്ന്? ഇങ്ങളെ ഇമ്മാനോട് പറഞ്ഞില്ലേ എനിക്ക് തേങ്ങ തരാന് 2 അത് മേടിക്കാൻ വന്നതാ. ഏതായാലും വന്നില്ല. ആ ചവരൊന്നും എടുത്തേക്ക്. ചവരി ചവരൊക്കെ ഒന്ന് വരച്ച് എന്നിട്ട് തേങ്ങ തന്നിട്ട് പോവല്ലേ? ആയിക്കോട്ടെ. താത്താ ചവരി ഒക്കെ ഞാനും വെച്ചിട്ടുണ്ട് അവിടെ. ഇനി തേങ്ങ ആട്ടി ഞാൻ പോട്ടെന്നാ. ഏതായാലും കുഞ്ഞാപ്പൂ 2 തേങ്ങ ഇതും പൊളിച്ച് 10 പൊളിച്ചെന്നാളെ. 2 തേങ്ങ ഞാൻ പൊളിച്ചിരിക്കെ 10 പൊളിച്ചല്ലേ? എന്നാ അങ്ങനെ ചെയ്യാം. എന്നാ ആയിക്കോട്ടെ. തേങ്ങ ഒക്കെ പൊളിച്ച് ഇനി ഞാൻ പോട്ടെന്നു. ഏതായാലും വന്നിട്ട് തതാലും കുട്ടി ആ ഓരമണ്ണൊക്കെ നിർത്തിച്ചിട്ട് പോയിക്കോ. അപ്പൊ തേങ്ങ ഇടുന്ന ആൾക്കാര് ഓരെടുത്തില്ല. അപ്പൊ ഞാൻ എടുത്തിട്ട് പോവല്ലേ? അപ്പൊ തേങ്ങ കൊണ്ടേക്കോ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നബിസാത്ത പറയാ കേൾക്കാതിരിക്കാൻ പറ്റില്ല. തേങ്ങ ഇട്ടല്ലോ. നബിസാത്ത ഇന്ന് ഞാൻ പോവാട്ടാ. തണുത്തള്ളം കുടിച്ച് പോയിക്കോ. തണുത്തള്ളം ഉണ്ടാ? നിങ്ങളെ തണുത്താള ചേച്ചി മധുരട്ട് തന്നാളി. കുഞ്ഞാക്ക് പഞ്ചാര ഇല്ലല്ലോ. പഞ്ചാര കഴിഞ്ഞിരിക്കണില്ലേ? വെള്ളം കുടിച്ച് പോയിക്കോ. ഇന്ന് വെള്ളം പിന്നെ മതി. എന്നാ ഞാൻ പോവാണ്. അവിടെ നിക്ക്. ഇനി എന്താണ്? തതാല് കുട്ടിക്ക് ഇടക്കൊക്കെ ഒന്ന് വരണ്ട 2 തേങ്ങ കൊണ്ടുപോവാ. ഞാൻ ഇടക്ക് വരണ്ടില്ലേ? വരും. അപ്പൊ പണിയെടുക്കും ചെയ്യാൻ തേങ്ങ കൊണ്ടുപോവല്ലേ? തേങ്ങയും കൊണ്ടുപോവാ. എന്നാ ആയിക്കോട്ടെ.